വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. തിരക്ക് കൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാഞ്ഞത്. പിന്നെ ഇവിടെ കുറച്ച് സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വീഡിയോ ഇടാനോ ഒന്നിനും സമയം കിട്ടിയില്ല. നേരെ പിങ്കിന്ന് ഇട്ടു. പക്ഷേ പിങ്കിന്ന് ഇട്ടാലും അവൾക്ക് വിളിച്ചാൽ അറിയത്തില്ല. അവളൊരു 3-4 ദിവസം അപ്പം നോക്കിക്കോ, ഒരു 4-5 ദിവസം ആവുന്ന എല്ലാ ആളിനെ കൊണ്ടുവന്നിട്ട് റോഡിൽ നിന്ന് കിട്ടിയതാ. 2 പേരുണ്ടായിരുന്നു, ഫീമെയിലാണ്. 2 പേരുണ്ടായിരുന്നു. ഒരാൾ വണ്ടി അരിച്ചത്ത് പോയി. അപ്പോൾ പിന്നെ ഇതിന് നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. പിങ്കി പോങ്കി, ആ ആ ആ പിങ്കി പോങ്കി, ആ ഇതാര് വെച്ചെന്നെ പിങ്കി പോങ്കിയാ. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പപ്പീസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളാണ് ഈ കുത്തിയിരിക്കുന്നത്. പിങ്കി പോങ്കി, ഇത് പിങ്കി പെണ്ണി ചുനിയെ. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്ന കേട്ടോ വീഡിയോയിൽ. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തി. ഇപ്പം നോക്കിയാൽ നിനക്ക് അട്ടി ഇപ്പം കിട്ടും. എന്തുവാ ഇപ്പം നോക്കിക്കോ. ഓ പോന്ന് നോക്കണ്ട. ഇച്ചിരി ഉള്ളതാ. അത് നോക്കിയേ, ഇച്ചിരിയേ ഉള്ളു. പക്ഷെ ചെരുപ്പിനകത്തൊക്കെ പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഓടി ഇപ്പം കിട്ടും. എന്നെ വഴക്കുറയും. ഞാൻ വഴക്കുറയുമ്പോൾ അവൾ എന്നെ വഴക്കുറയും. ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. വഴക്കുറഞ്ഞുകൊണ്ട് പോയിരിക്കും. ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ വീണ്ടും ചെരുപ്പെടുക്കും. ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര ബുദ്ധി. എന്തിനാ? ആ പഴുതില്ലേ ഇതാ കയറിയിരുന്നു. അണ്ണൻ്റെ കൂടെ കയറിപ്പോയി. അണ്ണ കേട്ടോ വന്നപ്പോഴത്തെ അണ്ണൻ്റെ കൂടെ കയറി അകത്ത് പോയി. എങ്കിൽ പോകയ്യാ ബാബാ. അത് അവളെ ചീത്തയാക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ താഴെ പെരേടത്ത് ഞങ്ങൾ മുറ്റത്തൊരു 4-5 പേരെ എപ്പോഴും സ്ഥിരമായിട്ട് ജിമ്മി റാണി, പിന്നെ ഒന്നുകിൽ ജിമ്മി റാണി വൈറ്റും, പിന്നെ മണിക്കുട്ടി ജാക്കിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ജൂലൈ മാസത്തിൽ തന്നെ ഒരു 3 പ്രാവശ്യം അവർ 4 പേര് വെച്ച് ഇറങ്ങി ഓടി. ഗേറ്റിന് വെളിയിൽ ഇറങ്ങി ഓടി. നമ്മളിങ്ങനെ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് അവർ നമ്മളെ ഇറങ്ങുന്ന ഗ്യാപ്പിൽ കാലിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങി ഓടും. അപ്പോൾ ഒരാൾ ഓടുമ്പോഴത്തെ ഡേ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്ന ആ ഒരു സെക്കൻഡിൽ അടുത്ത 2-3 പേര് ഇറങ്ങി ഓടും. അപ്പോൾ അങ്ങനെ ഓടി. ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഓ അതോ കിടക്കുന്നു. നമ്മളെ ശ്രദ്ധ ഒന്ന് തെറ്റി അവർ ഇറങ്ങി ഓട്ടമാണ്. ഓടിയവർ 2-3-4 പേര് ഒരുമിച്ച് ഓടുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് ഡോഗ്സ് വേറെ കാണും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവരെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായി. പിന്നെ അവരെ പിടിച്ച് അകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. എല്ലാവരെയും കൂടെ മുകളിലത്തെ കൂട്ടിലാക്കാൻ. വയറ്റി പിന്നെ അങ്ങനെ ഇറങ്ങി ഓടാറില്ല. അതുകൊണ്ട് അവളെ കൊണ്ട് വലിയ ശല്യമല്ല. ബാക്കി 7 പേരെ ഇപ്പം നോക്കിക്കോ. വീഡിയോ എടുക്കുമ്പോൾ എന്താ പരിപാടിയെ തടസ്സം നേരിട്ടതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണക്കാരി ഈ നടക്കുന്ന കുരുട്ട് സാധനമാണ്. ഇപ്പം നോക്കിക്കോ. അതിനെ എല്ലാവരെയും ഞങ്ങൾ മേളിലാക്കി കൂട് പണിഞ്ഞ് ഒന്ന് ശരിയാക്കി. ഇവിടെ മുകളിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഇവരെ ഞങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഭയങ്കര വിഷമാവും. നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാകുമ്പോൾ ഫുൾ സേഫാണ്. ഈ ഇറങ്ങി ഓടുമെന്നുള്ള ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു ഗേറ്റുണ്ട്. ജാക്കപ്പ കണ്ട ഓടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓട്ടക്കാരന്മാരിൽ ഒരാളാണ് ഇതായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇവിടെ എല്ലാം അടിച്ച് പൊക്കിയിട്ടുണ്ട്. അവിടെ ബാക്ക് സൈഡിലും അവിടെയും ഗ്രില്ലെല്ലാം മുകളിൽ അടിച്ചിട്ടുണ്ട്. അതുവഴി ചാടാകത്തില്ല. ഇവിടെ ഞങ്ങൾ ജിമ്മി ഇതിൻ്റെ മേളിൽ നിന്ന് വീട്ടിൻ്റെ മേളിൽ ചാടുമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തടി വെച്ചടിച്ച് അതും അടച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് എന്നിട്ട് അതിവിടെ എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ ഈ സൈഡ് നമുക്ക് മതിലാണ്. അപ്പം അതും പ്രശ്നമില്ല. എന്നിട്ട് ഇത് അവരുടെ കൂട്. ഞങ്ങൾക്കിപ്പം കോഴിയും താറാവും ഒന്നും ഇല്ല. ഒരു കോഴിയും 2-3 താറാവേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇത്രയും വലിയ കൂട് അവർക്ക് ആവശ്യമില്ല. അപ്പം ഈ കുട്ടിപ്പട്ടാളങ്ങളെ കിടത്തിയിരുന്ന 4 പേരെ കിടത്തിയിരുന്ന കൂടുതലായി ഈ ചെറിയ കൂടായിരുന്നു. അതിനകത്തോട്ട് ഇപ്പം ഞങ്ങൾ ഇറക്കപ്പൊടിയൊക്കെ ഇട്ട് ടൈലിട്ടതാണ് കേട്ടോ. അറക്കപ്പൊടിയൊക്കെ ഇട്ട്
കോഴീനെയും താറാവിനെയൊക്കെ ഇപ്പോൾ ഇതിനകത്തോട്ട് മാറ്റി. എന്നിട്ട് കോഴിയുടെയും താറാവിൻ്റെ ഇത്രയും വലിയ കൂട് ഞങ്ങൾ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇവരുടെ കൂട്. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാവർക്കും ഫുഡ് കൊടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ചിലർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ താഴെ 2 പേരുണ്ട്, അവർക്ക് ഫുഡ് കൊടുത്തു. വേന്തിന് ഇനി ഇവരെ കൂട് ഇപ്പം രാവിലെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാവേ. ഇതാണ് ഇവരുടെ കൂട്. ഫുൾ സെറ്റ് ചെയ്ത് ടൈലൊക്കെ ഇട്ട് ഡയമണ്ട് കട്ടിങ്ങൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. അപ്പുറത്ത് ഒരു കോഴി 3 താറാവ് അപ്പുറത്ത് കിടക്കും. ഇവരിത്രയും പേരും കൂടെ ഇവിടെ കിടക്കും. നല്ല വിശാലമായിട്ടാണ് സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതവരുടെ സ്റ്റാൻഡ്, ഒരെണ്ണം പഴയ സ്റ്റാൻഡ് ഇവിടെ ഇരുന്നത്, അതങ്ങനെ തന്നെ ഞങ്ങളെടുത്ത് ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ച്. അപ്പോൾ ജിമ്മി ഇപ്പം ഇതിനകത്താണ് കിടക്കുന്നത്, ഈ സ്റ്റാൻഡിനകത്താണ് കിടക്കുന്നത്. ഇതിനകത്തൊരു തട്ടുണ്ട്, അതിൽ കയറി അവൻ കിടക്കും. അവൻ ആദ്യമേ അതിനകത്ത് അവൻ സ്ഥാനം പിടിച്ചു. അപ്പോൾ ചാക്കിട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു ജിമ്മി. ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നേരത്തെ ഉണ്ട്, അത് ബൾബായിരുന്നു, അത് മാറ്റി ഇപ്പോൾ ട്യൂബാക്കി. ഇനി ഒരു ഫാനും കൂടെ ഇതിനകത്ത് ഫിറ്റ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഫാൻ തൽക്കാലം ഫിറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ എടുത്ത് ഫിറ്റ് ചെയ്ത് ചൂട് സമയമാകുമ്പോൾ അവർക്ക് അതിൻ്റെ സൗകര്യം കൂടെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ കൂട്ടിനകത്ത് ഇപ്പം ചാക്കും അവരുടെ ബെഡും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റാണിയമ്മ ടൈലിൽ കിടക്കുവാണേ, ചാക്കിട്ടിട്ട് ഇപ്പോൾ അവൾക്കത് വേണ്ട. നല്ല തണുപ്പാകുമ്പോൾ അവൾ അതിൽ കയറി കിടക്കും. മുഖത്ത് അടയാളം കണ്ട. അന്ന് ലാസ്റ്റ് അവൻ ഇറങ്ങി ഗേറ്റിന് വെളിയിൽ ഓടിയപ്പോഴത്തേക്ക് വെളിയിലുണ്ടായിരുന്ന ഒരു ഡോഗിൻ്റെ അടുത്ത് ആളാവൻ ചെന്നപ്പോൾ അവൻ തിരിച്ച് സമ്മാനം കൊടുത്ത മുഖം മുറിഞ്ഞ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ കൂട് സെറ്റ് ചെയ്തത്. ആണ്ട തുമ്പാരി കയറി അവിടെ ഇരുന്ന്. ജിമ്മിയുടെ സ്ഥലം പോയി, ജിമ്മിയുടെ സ്ഥലമായിരുന്നു ഇത്. പക്ഷെ അവിടെ ഇപ്പോൾ തുമ്പാരി കയറിയിരുന്നു. തുമ്പിപ്പെണ്ണ് എന്താണ് ഇവിടെ അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് നടന്നുകൊണ്ട് ആണ് കണ്ട മുഖം കണ്ടാൽ മുറിഞ്ഞിരിക്കും. അപ്പോൾ മരുന്നൊക്കെ ഇട്ടിരിക്കുക. വാക്സിൻ എടുക്കുന്നുണ്ട് ജിമ്മിക്ക്. ഇപ്പോൾ 3 വാക്സിൻ കഴിഞ്ഞ് ഇനി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. പാപ്പലോ. ഇപ്പോൾ എല്ലാവരും ഇവിടെ 7 പേരിൽ 6 പേര് ഇപ്പോൾ ഇവിടെയാണ്. വൈറ്റ് താഴെയുണ്ട്. വൈറ്റ് നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റത്തില്ല, കാരണം തുമ്പിയും വൈറ്റും തമ്മിൽ ചേരത്തില്ല. പിന്നെ ചക്കി ഇപ്പം താഴെയാണ്, അവൾ ഹീറ്റായത് കാരണം അവളെ താഴെ നിർത്തിയിരിക്കുക. അവളെ ഹീറ്റ് കഴിയുമ്പോഴത്തേക്ക് ചക്കീനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റും. തുമ്പ പിന്നെ എന്താടി തുമ്പാരി, എന്ത് തുമ്പിയുടെ ഇണങ്ങുമെന്നുണ്ടെങ്കിൽ വൈറ്റിനെയും കൂടി ഇനി മുകളിലാക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അവർക്ക് ഇത്രയും സ്ഥലവും ഏരിയയും എല്ലാം ഉണ്ട്. ഓടി നടന്ന് കളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കൂടെ ഇവിടെ കയറി വരികയൊക്കെ ചെയ്യും. ഫുഡ് കൊടുക്കാനും അതിന് ക്ലീനിങ്ങിനും ജോലിക്കും ഒക്കെ ആയിട്ട് കയറി വരും. അപ്പോൾ അവർക്ക് നമ്മളെ കാണുകയും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവരുടെ സേഫ്റ്റിക്കും ഞങ്ങളുടെ സമാധാനത്തിനും വേണ്ടി ഇതാണ് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് തോന്നി. പെരയുടെ മൊത്തം മരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതൊരു സംഭവം. പിന്നെ ഞങ്ങൾ മതിലൊന്നിടിഞ്ഞു വീണ് മുറ്റത്ത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ശനിദശയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ജൂലൈ മാസം ഒരു വല്ലാത്തൊരു മാസമായിട്ട് ഇങ്ങനെ അങ്ങ് പോയി. മൊത്തം ടെൻഷനും കാര്യവും, പൈസ നഷ്ടം, എന്താ പറയുക, മൊത്തം പ്രശ്നമായിരുന്നു. അതിനകത്ത് ഇച്ചിരിയെങ്കിലും സന്തോഷമുള്ളത് തോന്നിയെന്ന് പറയാൻ, നമ്മൾ ഇപ്പം വന്നില്ലേ പിങ്കിക്കുട്ടി കുഞ്ഞാവ, അവളെ കിട്ടിയത് മാത്രമാണ് കുറച്ചൊരു സന്തോഷമുണ്ട്. ബാക്കി മൊത്തം ടെൻഷനായിരുന്നു. നമ്മളത് വീടിൻ്റെ സൈഡിലുള്ള മതിലാണ്. ഈ മതിൽ ഇവിടെ ഇങ്ങനെ അപ്പുറത്തെ പെരയിടത്തിൽ മരത്തിൻ്റെ വേരൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇതുവഴി വേര് ഇറങ്ങി ഈ മതിലങ്ങ് പൊട്ടിയിട്ട് താണ്ട് ഇത്രയും ഭാഗം കുറേ ഇടിഞ്ഞിഞ്ഞ് താഴെ വീണു. അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റി പുതിയത് കെട്ടി അടിപൊളിയാക്കി. അപ്പം പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റായി. ചെറുതായിട്ടല്ല, വലിയൊരു ആക്സിഡൻ്റാണ്. ദൈവഭാഗ്യം കൊണ്ട് ചെറുതായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ വണ്ടിയുടെ പിന്നിൽ ഒരു ടാങ്കർ വന്നിടിച്ചു. അവരുടെ മിസ്റ്റേക്കാണ്. ബ്രേക്ക് പിടിച്ചിട്ട് അവർക്ക് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിൽ നിന്നും എന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ നമുക്ക് പിങ്കിപ്പൊങ്കീനെ കിട്ടി, പിങ്കിക്കുട്ടീനെ. പിങ്കിക്കുട്ടി ഇപ്പോൾ ഈ കൂട്ടിലാണ് കേട്ടോ. അവൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിങ്കീനെ നമുക്കിപ്പോൾ കിട്ടിയിട്ട് ഒരു 4-5 ദിവസമായി. വിരയിളക്കാനുള്ള മരുന്ന് കൊടുത്ത്, പിന്നെ ആഹാരമൊക്കെ കഴിക്കുക. ആൾ ഭയങ്കര സ്മാർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. രാവിലെ പാൽ വെച്ച് കൊടുത്തത് തട്ടിച്ചരിച്ചിട്ടേക്കുന്നുണ്ടാ, കുറച്ച് കുടിച്ചിട്ട്. അവൾക്ക് പാലൊന്നും വേണ്ട, അവൾക്ക് ചോറും
ചിക്കൻ കറിയും മതി, വേറെ ഒന്നും വേണ്ട. അഡോപ്ഷൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളത് കാരണം നമ്മൾ മൊത്തം ടെൻഷനിലും ഒരു വിഷമത്തിലും ആയിരുന്നു അല്ലേ. ആടാ വന്നു 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 എന്നെ വരട്ടാൻ വന്നിരിക്കും. നോക്കിയോ എന്തേ എന്ത് ഭയങ്കര ബുദ്ധിയാട്ടാ. ഇന്നലെ അണ്ണൻ സന്ധ്യയോടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു എന്താ പേരൊക്കെ എടുത്തത് അവിടെ ഇരുന്നിട്ട് അണ്ണൻ താഴോട്ട് ഉരുട്ടി കളിച്ചു. അപ്പോൾ ഇവൾ ഓടിപ്പോയി അതെടുത്ത് തിരിച്ച് അണ്ണൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ ചെരുപ്പ് കുഞ്ഞിൻ്റെ വീക്ക്നെസ്സാണ്. പിന്നെ ജിമ്മിയുടെ മൗത്ത് ക്യാപ്പ് അവിടെ സിറ്റോട്ടി കിടന്നതെടുത്ത് കടിച്ച് പൊട്ടിച്ച് കുറച്ച് കുരുത്തൊക്കെ അടിച്ചിട്ട് തോനെ ഉണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ പുറക്കെ ഉടുപ്പിൽ വന്ന് പിടിക്കാൻ നിൽക്കും. ഒരൊക്കെ നോക്കിയോ ഉണ്ടോ, വരട്ടണേ നമ്മൾ വരട്ടെ, അവള് നമ്മൾ വരട്ടും. ഇപ്പം നോക്കിയല്ലോ ഉടുപ്പി പിടിച്ച് ആടിയിപ്പം കിട്ടും. എന്താ അടി ഓടി ആകപ്പാടെ ഒരു സന്തോഷം ഇവളായിരുന്നു കേട്ടാ. അങ്ങനെ വീഡിയോസ് ഇല്ലാതെ കാണാതെ എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു. എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ സമയമില്ല, രാവിലെ ഷോപ്പിലൊക്കെ പോകണം, അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. അണ്ണനെ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ ഗ്യാസിലിരിക്കുന്ന സാധനങ്ങളൊന്നും നോക്കിക്കോണേന്ന് പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതെന്തായി കാണുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പോയി നോക്കട്ടെ. എല്ലാവർക്കും ബായ് ബായ്. ചാക്കു പിങ്കി പോങ്കി പിങ്കി പോങ്കി.